എപ്പോഴും വിവാദങ്ങളാൽ ചുറ്റപ്പെട്ടു നിൽക്കുന്ന കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റേത്. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ശേഷമാണ് കെ ഫാമിലിയിൽ ഓരോ അംഗങ്ങളും നിരന്തരം വിവാദങ്ങൾ ഉൾപ്പെടാൻ തുടങ്ങിയത്. അമ്മൂമ്മ അഹാന കൃഷ്ണ പ്രശ്നം ഒതുങ്ങി തുടങ്ങിയതേ ഉള്ളായിരുന്നു. അതിനിടയിൽ പുതിയൊരു ചർച്ചയ്ക്ക് ആരംഭമായിരിക്കുന്നു. അതിന് കാരണമായത് ദിയയുടെ മകൻ ഓമിയുടെ സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി വ്ളോഗാണ്. ദിയോയുടെ യൂട്യൂബ് ചാനലിൽ പുറത്തുവന്ന വ്ളോഗ് ഇതിനോടകം റെഡിറ്റിൽ വലിയ ചർച്ചാ വിഷയമായി മാറി. കെ ഫാമിലിയിൽ അംഗങ്ങളും ഏറെ നാളുകളായി ഇവരുടെ ഫാമിലിയിൽ വീട്ടുജോലി സഹായിക്കുന്ന നിൽക്കുന്ന ബന്ധു കൂടിയാണ് അപ്പച്ചിയുമായാണ് പരിപാടിയിൽ പങ്കെടുത്തത്. അശ്വിൻ്റെ കുടുംബങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. വ്ളോഗിലെ കേക്ക് മുറിക്കുന്ന സമയത്ത് എല്ലാവരും ഒപ്പം അപ്പച്ചിയും വന്ന് നിൽക്കുന്നുണ്ട്. എന്നാൽ അപ്പച്ചി പോയി ഇരുന്നോളൂ എന്ന് പറഞ്ഞ് അഹാന അവരെ മാറ്റി നിർത്തുന്നുമുണ്ട്. ഈ രംഗങ്ങൾ ചർച്ചയായി മാറി. സഹോദരി വീണ്ടും വിവാദത്തിലേക്ക് പെട്ടുപോകുമെന്ന തിരിച്ചറിയൽ കൊണ്ടാകും ദിയ പിന്നീട് ബ്ലോഗിൽ നിന്ന് ഈ കട്ട് ചെയ്ത് ഭാഗവും മാറ്റുകയും ചെയ്തു. ഇതാണ് റെഡിറ്റിൽ പ്രേക്ഷകർക്കിടയിൽ ചർച്ചാ വിഷയമായി മാറിയത്. അഹാന വീണ്ടും എക്സ്പോസായെന്നും ഇഷാനിയും അപ്പച്ചിയുടെ കുടുംബ ഫോട്ടോയിൽ ഭാഗമല്ലാതിരുന്നിട്ടും എല്ലാ ഫ്രെയിമിൽ നിൽക്കുന്നതും ഈർഷ്യ മുഖഭാവത്തോടെ പ്രകടിപ്പിച്ചതായും ചിലർ റെഡിറ്റിൽ കുറിച്ചു. അമ്മൂമ്മയുമായുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് അഹാന ഒരു വിശദീകരണ വീഡിയോ ഇട്ടിരുന്നു. അതിൽ തനിക്ക് ഒരേ ഒരു അമ്മൂമ്മ മാത്രമേ ഉള്ളൂ, അത് തൻ്റെ അപ്പച്ചിയാണെന്ന് അഹാന പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ അതേ അപ്പച്ചി ഒരു ദാക്ഷിണ്യം കൂടാതെ ഫ്രെയിമിൽ നിന്ന് ഒഴിവാക്കിയെന്ന് ചിലർ കുറിച്ചു. അപ്പച്ചിയുടെ സാരി കെ ഫാമിലിയുടെ എത്തറ്റിക്സിൽ മാച്ചഡാകില്ല എന്ന് ഒഴിവാക്കിയതിന് പരിഹസിച്ച് കുഴിക്കുന്നവരുമുണ്ട്. അപ്പച്ചി കൂടെ ഉള്ളപ്പോഴെല്ലാം അഹാനയും ഇഷാനിയും അസ്വസ്ഥരാകുന്നത് പോലെ വീഡിയോ കണ്ടപ്പോൾ തോന്നുകയും ചെയ്തു. അവർ ശ്രമിക്കുന്ന എത്തറ്റിക്സ് അപ്പച്ചി എന്ന വന്നാൽ നശിക്കുമോ എന്ന ഭയമാകും അവരിൽ കണ്ടത്. അപമാനിക്കാനാണെങ്കിൽ അപ്പച്ചിയെ ഒപ്പം കൂട്ടാതിരുന്നാൽ മതിയായിരുന്നല്ലോ, ഒരുപാട് പണമുള്ളവരല്ലേ, എന്നിട്ടും അപ്പച്ചിക്ക് വേണ്ടി ഒരു പോസ്റ്റൽ നിറമുള്ള സാരിയോ കുർത്തയോ വാങ്ങിക്കൊടുക്കാമായിരുന്നു. അവരെ ഒരു വീട്ടുജോലിക്കാരെ പോലെ ട്രീറ്റ് ചെയ്തു. ഇഷാനിയുടെ മുഖത്ത് അവരോടുള്ള വെറുപ്പ് പ്രകടം തന്നെയായിരുന്നു. അതുപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടിയിൽ കുഞ്ഞിൻ്റെ അച്ഛനായ അശ്വിനും വലിയ റോളില്ലാത്ത പോലെ തോന്നിയെന്നും ചിലർ കുറിച്ചു. കാരണം കൃഷ്ണകുമാർ തന്നെയായിരുന്നു പരിപാടിയിൽ ഉടനീളം കൊച്ചിനെ എടുത്തതും. ദിയയ്ക്ക് പിറകിൽ അശ്വിൻ ഒതുങ്ങിക്കൂടി നിൽക്കുകയാണ് ചെയ്തത്. അശ്വിന് ഇത്തവണ റോളും ഡയലോഗും ഇല്ലെന്ന് പരിഹരിച്ചത് പലരും എത്തുകയും ചെയ്തു.